ഇപ്പോൾ അജിമോൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ മർദ്ദനമേറ്റ അജിമോൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അജിമോൻ, എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രി പാസ് ചെയ്യുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അറിയിക്കാനായിട്ട് ഞങ്ങൾ കരിങ്കൊടി കാട്ടുന്ന സമയത്ത് പോലീസ് എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പോലും ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും പ്രവർത്തകരാണ് വളഞ്ഞിട്ട് മർദ്ദിച്ചത്. കൃത്യമായിട്ട് പറയുന്നു, പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഡിവൈഎഫ്ഐ അത് കൃത്യമായി പാർട്ടി നിർദ്ദേശം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പോരാതെ യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരെ, ഞാനിപ്പോ കായംകുളം പോലീസ് സ്റ്റേഷനിലാണുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ ഇവിടെ വളരെ ക്രൂരമായിട്ട് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ മർദ്ദിച്ച് ഇവിടെ പല സ്റ്റേഷനിലായിട്ടുണ്ട്. കായംകുളം പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇപ്പോൾ ഒരു 13ഓളം പ്രവർത്തകരുണ്ട്. കനവക്കുന്ന് പോലീസ് സ്റ്റേഷനിലും അതുപോലെ കരിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലടക്കം അത് പോലീസിന്റെ മർദ്ദനമല്ല, ബഹുഭൂരിപക്ഷവും ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളാണ്. അത് ഈ പ്രദേശം വിട്ടിട്ടുള്ള പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള അറ്റാക്കാണ്. എനിക്കും നടുവിന് ചവിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് നിങ്ങളുടെ കോൾ വരുന്നത്. പോലീസ് ആക്രമിക്കരുത്, പോലീസ് ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ടല്ലേ ആവർത്തിച്ച്? അതെ, പോലീസ് എന്റെ ഒരു സഹപ്രവർത്തകൻ അടുത്തുണ്ടായിരുന്നു, അദ്ദേഹം ഒന്ന് ചേരുന്നു പറഞ്ഞു. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാ സംഘം എന്ന് തന്നെ പറയണം, അവര് യാതൊരു പരിഗണനയും നൽകാതെ, എനിക്കിപ്പോ ഹാൻഡിക്യാപ്ഡ് എന്നുള്ള നിലയിൽ ഒരു പരിഗണന വേണ്ട, പക്ഷെ ഒരു മാനുഷികമായ ഒരു പരിഗണനയും ഇല്ലാതെ ഞാൻ പ്രതിഷേധം നടത്തുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലായി കൂട്ടമായി പ്രതിഷേധം നടത്തിയവരെ പോലും ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അജിമോൻ, ഇതിപ്പോ ദൃശ്യങ്ങൾ കണ്ടാൽ ജീവൻ രക്ഷിച്ചതാണ് എന്ന് പറയും. അജിമോൻ, എങ്ങനെയാണ് പോലീസിനടുത്ത് നിന്നിട്ട് ഈ കരിങ്കൊടിയുമായി നിൽക്കുന്നത് പോലീസ് കണ്ടില്ലേ? അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകാൻ പ്രതിഷേധിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അല്ല, പ്രതിഷേധിക്കാൻ കഴിയുന്നത് കരിങ്കൊടി നമ്മുടെ പ്രതിഷേധത്തിന് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ, അത് സംഘടനാപരമായ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാവണമല്ലോ, ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകണ്ടേ? CPM എന്ന് പറയുന്ന പാർട്ടി ഈ കേരളത്തിൽ വളർന്നത് എങ്ങനെയാണ്? പ്രതിഷേധങ്ങളിലൂടെയല്ലേ. ഞങ്ങൾ ജനാധിപത്യപരമായ പ്രതിഷേധമാണ് നടത്തുന്നത്. ഞങ്ങളൊരു ജനാധിപത്യ ദംശനം നടത്തുന്നില്ല, ഞങ്ങൾ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല, ഒന്നുമില്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ പറയുക, അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഇത്രയേറെ ദൂർത്ത് ഞാൻ ഒന്ന് പറഞ്ഞോളട്ടെ. ഈ മുഖ്യമന്ത്രിക്ക് കടന്നു പോകാൻ വേണ്ടി, അദ്ദേഹത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പൗരപ്രമുഖരെ എന്ന് പറയുന്ന കുറച്ച് ലേബൽ ചെയ്ത ആൾക്കാരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി മാത്രം 10-13 ലക്ഷം രൂപ മുടക്കി റോഡ് നവീകരിക്കുക അല്ലെങ്കിൽ പുതിയ റോഡ് പണിയുകയാണ്. അപ്പൊ ഈ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, അപ്പൊ ഞങ്ങൾക്ക് പ്രതിഷേധിക്കുന്നത് അത് കുഴപ്പമില്ല, അതിനുവേണ്ടിയാണെങ്കിലും ഒരു റോഡ് ഉണ്ടാവുകയാണല്ലോ. ഇവിടെ നിരവധി മതിലുകൾ ഇടിച്ചു കളയുകയാണ് സ്കൂളിന്റെ. അങ്ങനെയുള്ള നഷ്ടങ്ങൾ നിരവധി വേറെയുണ്ട്. അജിമോൻ, ഇവിടെ ഇപ്പോൾ അജിമോനെ പോലീസ് പിടിച്ചു മാറ്റുന്നത്, പോലീസിനെ തള്ളി മാറ്റി അതിനിടയിലൂടെ അജിമോനെ ആക്രമിക്കുന്നതും ആണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ളത്. അജിമോൻ അല്ലാതെ മറ്റു പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ നിങ്ങളുടെ മറ്റു പ്രവർത്തകർക്ക് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നോ? കായംകുളത്ത് നിരവധി പ്രവർത്തകർ മർദ്ദനമേറ്റിട്ടുണ്ട്. കായംകുളം, ഞാൻ പറഞ്ഞല്ലോ, തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ കായംകുളം പോലീസ് സ്റ്റേഷൻ, അതുപോലെ കരിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദനമേറ്റ അതുപോലെ തന്നെ സുഹൈർ വള്ളികുന്നും അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം, അതുപോലെ ദീപക് എരുവ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ദീപക് എരുവ അടക്കമുള്ളവര്, വിശാഖ് ബത്തിയൂർ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായ മർദ്ദനത്തിനിരയായി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. വളരെ മൃഗീയമായിട്ട് മർദ്ദിച്ച് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളാണ് മർദ്ദിച്ചത്. അതുപോലെ ഡിവൈഎഫ്ഐയുടെ ഭരണിക്കാവ് മേഖലാ സെക്രട്ടറി റോഷിത്ത്, അതുപോലെ അനൂപ് എന്നിവരാണ് എന്നെ മർദ്ദിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി.